നമസ്കാരം. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഉദ്വേഗഭരിതമായ കാലഘട്ടമായിരുന്നു ശീതയുദ്ധകാലം. ലോകം ഏതു നിമിഷവും ഒരു ആണവ യുദ്ധത്തിലേക്ക് വഴുതി വീണേക്കാമെന്ന ഭീതി നിലനിന്നിരുന്ന 1960കളിൽ അമേരിക്കയിലെ അതീവ സുരക്ഷാപ്രധാനമായ ഒരു വ്യോമസേനാ താവളത്തിൽ നടന്ന സംഭവം ഇന്നും ശാസ്ത്ര ലോകത്തെയും സൈനിക വൃത്തങ്ങളെയും ഒരുപോലെ കുഴയ്ക്കുന്നുണ്ട്. 1967 മോണ്ടാനയിലെ മാൽംസ്ട്രോം എയർഫോഴ്സ് ബേസിൽ സജ്ജീകരിച്ചിരുന്ന ആണവ മിസൈലുകൾ നിഗൂഢമായ രീതിയിൽ പ്രവർത്തനരഹിതമായതാണ് ഈ സംഭവം. അന്യഗ്രഹജീവികളുടെ ഇടപെടൽ മൂലം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാണെന്ന് അന്നവിടെ മിസൈൽ ലോഞ്ചർ ഓഫീസറായിരുന്ന റോബർട്ട് സാലസ് വെളിപ്പെടുത്തുമ്പോൾ അത് മനുഷ്യരാശിയുടെ അറിവിനും അപ്പുറമുള്ള ശക്തികളെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. 1967 മാർച്ച് മാസത്തിലെ 2 വ്യത്യസ്ത ദിവസങ്ങളിലായാണ് ഈ വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഭൂമിക്കടിയിൽ അതീവ സുരക്ഷയിൽ സൂക്ഷിച്ചിരുന്ന 10ഓളം മിനിറ്റ്മാൻ 1 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് നിശ്ചലമായി. മിസൈലുകളുടെ കൺട്രോൾ പാനലിലെ പച്ച വെളിച്ചം ചുവപ്പായി മാറുകയും അവ വിക്ഷേപിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. അതേസമയം തന്നെ താവളത്തിന് മുകളിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അജ്ഞാത പ്രകാശങ്ങൾ കണ്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ 90 ഡിഗ്രി കോണളവിൽ തിരിയാൻ കഴിയുന്ന ഈ പ്രകാശങ്ങൾ മനുഷ്യനിർമ്മിതമായ വിമാനങ്ങളോ സോവിയറ്റ് യൂണിയൻ്റെ ചാരവാഹനങ്ങളോ ആയിരുന്നില്ലെന്ന് അന്നത്തെ ഉദ്യോഗസ്ഥർ തറപ്പിച്ച് പറയുന്നു. താവളത്തിൻ്റെ പ്രധാന കവാടത്തിന് മുകളിലായി സ്പന്ദിക്കുന്ന ചുവന്ന പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു അജ്ഞാത പേടകം താഴ്ന്നു പറക്കുന്നത് താൻ കണ്ടതായി സുരക്ഷാ ഗാർഡ് റോബർട്ട് സാലസിനെ ഫോണിലൂടെ അറിയിച്ചിരുന്നു. ഉടൻ തന്നെ മിസൈൽ സൈലോകൾക്ക് മുകളിലും സമാനമായ പ്രകാശങ്ങൾ പ്രത്യക്ഷപ്പെടുകയും മിസൈലുകളുടെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ചെയ്തു. ഭൂമിക്കടിയിൽ കിലോമീറ്ററുകളോളം താഴ്ചയിൽ ജാമറുകളുടെയും റേഡിയേഷൻ കവചങ്ങളുടെയും സുരക്ഷയിൽ സൂക്ഷിച്ചിരുന്ന മിസൈലുകളെ പുറത്തുനിന്നുള്ള ഒരു സിഗ്നൽ ഉപയോഗിച്ച് നിശ്ചലമാക്കാൻ കഴിഞ്ഞുവെന്നത് ശാസ്ത്രീയമായി അസാധ്യമായ ഒന്നായിരുന്നു. പിന്നീട് ബോയിങ് കമ്പനി നടത്തിയ വിശദമായ അന്വേഷണത്തിലും ഇതിന് കൃത്യമായ കാരണം കണ്ടെത്താനായില്ല. ഒരു വൈദ്യുത കാന്തിക തരംഗം മിസൈലുകളുടെ ഗൈഡൻസ് സിസ്റ്റത്തെ ബാധിച്ചതാകാം എന്ന നിഗമനത്തിലാണ് അവർ എത്തിയത്. ഈ സംഭവത്തിന് ശേഷം വ്യോമസേന ഉദ്യോഗസ്ഥർ സാലസിനെയും സഹപ്രവർത്തകരെയും കൊണ്ട് കർശനമായ രഹസ്യ സ്വഭാവ കരാറുകളിൽ ഒപ്പുവയ്പ്പിക്കുകയും വിവരം പുറത്തു പറയുന്നത് വിലക്കുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇതിന് സമാനമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് സാലസ് തൻ്റെ അനുഭവം ലോകത്തോട് പങ്കുവയ്ക്കുവാൻ തയ്യാറായത്. അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള ബുദ്ധിശക്തിയുള്ള ജീവികൾ ഭൂമിയെ ഒരു ആണവ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ബോധപൂർവം ഇടപെട്ടതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മനുഷ്യൻ സ്വന്തം വിനാശത്തിനായി നിർമ്മിച്ച ആയുധങ്ങൾ പ്രപഞ്ചത്തിലെ മറ്റ് ശക്തികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നും ഭൂമിയുടെ നാശം തടയുവാൻ അവർ തയ്യാറാണ് എന്നുമുള്ള സന്ദേശമാണ് മാൽംസ്ട്രോം സംഭവം നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.